ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയപ്പോഴാണ് ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന് പലരും ഭയന്നു തുടങ്ങിയത്. ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കി. ഗാസയെയും പലസ്തീനെയും പിന്തുണച്ച് ഇറാനും അവരെ സഹായിക്കുന്ന ഹൂതികളും ഹിസ്ബുള്ളയും രംഗത്തെത്തിയത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഇസ്രയേലും ഇറാനും പരസ്പരം മിസൈലുകൾ അയച്ചെങ്കിലും ഭാഗ്യവശാൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് ഇതുവരെ എത്തിയിട്ടില്ല. ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് അമേരിക്കയുടെ സഹായം കൂടിയേ തീരൂ. എന്നാൽ അമേരിക്ക അങ്ങനെ ചെയ്താൽ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ സൈനിക താവളങ്ങൾ ഇറാനും അവരുടെ കൂട്ടാളികളും ആക്രമിച്ചേക്കാം. ഇത് മനസ്സിലാക്കിയാണ് അമേരിക്ക ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇറാനുമായി യുദ്ധമുണ്ടായാൽ അമേരിക്കയ്ക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കൂടാതെ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായ സൗദി അറേബ്യ, ഖത്തർ പോലുള്ള അറബ് രാജ്യങ്ങൾക്കും അത് വലിയ തിരിച്ചടിയാകും. ഈ രാജ്യങ്ങൾ അമേരിക്കയെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും കരുതുന്നത് തങ്ങളുടെ മതത്തിന്റെ അഭിമാനം കാക്കാൻ പോരാടുന്നത് ഇറാനാണെന്നാണ്. അമേരിക്കയുമായോ ഇസ്രയേലുമായോ ഒരു ഒത്തുതീർപ്പിനും ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഗാസ, ലെബനാൻ, യമൻ എന്നിവിടങ്ങളെ ആക്രമിച്ച ഇസ്രയേൽ അമേരിക്കയുടെ സഹായത്തോടെ നാളെ ഇറാനെയും ആക്രമിച്ചേക്കാം എന്ന് ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആയുധശേഷി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിക്കടിയിൽ അവരുടെ വലിയ ആയുധശേഖരം പുറത്തുവിട്ടത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരുന്നു. ഇത് അവരുടെ ശക്തി വിളിച്ചോതുന്നതാണ്. ഇറാൻ ആണവശക്തി ആകും മുൻപ് അവരെ ആക്രമിക്കണമെന്നാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ഇതിനകം തന്നെ ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ടാകാമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കരുതുന്നത്. അതുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നത് ആപത്താണെന്ന് അമേരിക്ക ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉപരോധം വഴി ഇറാനെ വരുതിയിലാക്കാമെന്ന നയമാണ് ഡൊണാൾഡ് ട്രംപ് പിന്തുടരുന്നത്. എന്നാൽ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന CIA-യിലേക്കും അമേരിക്കൻ സൈന്യത്തിലും ചിലർ ഈ നിലപാടിന് എതിരാണ്. ഇപ്പോൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അതിന് കഴിയില്ല എന്നാണ് ഇവരുടെ വാദം. രാജ്യത്ത് പ്രശ്നങ്ങളുള്ള ട്രംപിന് ജനശ്രദ്ധ മാറ്റാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. കുടിയേറ്റക്കാർക്കെതിരായി ട്രംപിന്റെ നിലപാട് ലോസ് ഏഞ്ചലസിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കി. സ്വന്തം ജനങ്ങളെ നിയന്ത്രിക്കാൻ അമേരിക്കൻ മണ്ണിൽ സൈന്യത്തെ ഇറക്കേണ്ട അവസ്ഥയിലാണ് ട്രംപ് സർക്കാർ. ഈ സാഹചര്യത്തിലാണ് ഇറാനെതിരായ നീക്കങ്ങൾ വേഗത്തിലാക്കുന്നത്. ഈ അവസരം മുതലെടുത്ത് ഇസ്രയേൽ അമേരിക്കയുമായി ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഇറാൻ ഏത് ആക്രമണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇരുവശത്തും സംഘർഷം കൂടുന്നതിനിടെ ലോകത്ത് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ജപ്പാനിലെ ഒക്കീനാവയിലുള്ള അമേരിക്കൻ വ്യോമത്താവളത്തിലെ ആയുധപ്പുരയിലുണ്ടായ സ്ഫോടനമാണ് അതിലൊന്ന്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇറാന്റെയോ അവരുടെ സായുധ സംഘങ്ങളുടെ പങ്കുണ്ടോ എന്ന് CIA-യും മൊസാദും സംശയിക്കുന്നുണ്ട്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ഒന്നിച്ചു നീങ്ങുകയാണെങ്കിൽ ഈ വ്യോമത്താവളം അവരുടെ സൈനിക നീക്കങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇറാനെതിരെ എന്തെങ്കിലും നീക്കം ചെയ്താൽ അത് ഉത്തര കൊറിയ, ചൈന, റഷ്യ തുടങ്ങിയ ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ പ്രകോപിപ്പിക്കും. റഷ്യ ഇതിനകം തന്നെ ഇറാനെ ആക്രമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. റഷ്യയിലെ വ്യോമത്താവളങ്ങളെ യുക്രൈൻ ആക്രമിച്ചത് നാറ്റോയുടെ പദ്ധതിയാണെന്ന് പുതിയ വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് യൂറോപ്പിലെയും നാറ്റോ രാജ്യങ്ങളായ ജർമ്മനി, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളെയും ആക്രമിക്കാൻ റഷ്യ പദ്ധതിയിടുന്നുണ്ട്. ആക്രമണം നടന്ന ശേഷം ഉടൻ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ച് ട്രംപ് ഈ ആക്രമണത്തിന് അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് പറഞ്ഞത് പുടിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞിട്ടാണ്. വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതിന് ശേഷം റഷ്യൻ സൈന്യം യുക്രൈനിൽ വലിയ ആക്രമണങ്ങൾ നടത്തി നാശം വിതച്ചെങ്കിലും അതൊന്നുമല്ല യഥാർത്ഥ തിരിച്ചടിയെന്നും വലിയ പ്രതികാരം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുമാണ് റഷ്യയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിൻ ഈ ശക്തമായ തിരിച്ചടിയെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്. റഷ്യ നാറ്റോയ്ക്കെതിരെ ആക്രമണത്തിനൊരുങ്ങുമ്പോൾ മറുഭാഗത്ത് ചൈനയും പുതിയ സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. ത്വായാനെ പിടിച്ചെടുക്കുക എന്നതാണ് ചൈനയുടെ പ്രധാന ലക്ഷ്യം. സംഘർഷം കൂടിയാൽ ജപ്പാനും അവരുടെ ലക്ഷ്യമാകും. ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും പ്രശ്നങ്ങളുള്ള ഉത്തര കൊറിയയും ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ്. ജപ്പാനും തായ്വാനും ദക്ഷിണ കൊറിയയും അമേരിക്കയുടെ സഖ്യകക്ഷികളായതുകൊണ്ട് ഈ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ്. അതായത് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇല്ലാതെ ഇറാനെതിരെ ചെറിയൊരു ആക്രമണം നടത്താൻ പോലും ഇസ്രയേലിന് കഴിയില്ല. ഇറാനെ പോലൊരു വലിയ സൈനിക ശക്തിയെ ഒറ്റയ്ക്ക് കീഴടക്കാൻ ഇസ്രയേലിന് നിലവിൽ കഴിവില്ല. അതുകൊണ്ട് ആക്രമണം നടന്നാൽ ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ചാകും ഇറാനെ ആക്രമിക്കുക. ഈ സാഹചര്യത്തിലാണ് ജപ്പാനിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്.
അതേസമയം ജൂൺ 9 രാവിലെ 11:20 ഖഡേന വ്യോമത്താവളത്തിൽ സ്ഫോടനം നടന്നത്. ജാപ്പനീസ് സൈനികർക്കാണ് പരിക്കേറ്റത്. ഈ വിവരം സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പൊട്ടിത്തെറിക്കാത്ത ആയുധങ്ങൾ സൂക്ഷിക്കാൻ ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ വ്യോമത്താവളമായതുകൊണ്ട് ഈ സ്ഫോടനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജപ്പാനും അമേരിക്കയും നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതുകൊണ്ട് ഔദ്യോഗികമായി ഇതുവരെ പ്രസ്താവനകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ജപ്പാനിലെ ഒക്കിനാവയിലുള്ള ഖഡേന എയർബേസ് ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും വലിയതും തന്ത്രപരമായി പ്രധാനപ്പെട്ടതുമായ അമേരിക്കൻ വ്യോമസേനയുടെ താവളമാണ്. പസഫിക്കിന്റെ താക്കോൽ എന്ന് ഇതിനെ വിളിക്കാറുമുണ്ട്. 2000 ഹെക്ടറിലധികം വിസ്തൃതിയുള്ള ഇവിടെ ഏകദേശം 20,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയും. അമേരിക്കൻ വ്യോമസേനയുടെ 18ാം വിങ്ങിന്റെ പ്രധാന കേന്ദ്രമാണിത്. F-22 റാപ്റ്റർ, B-52 സ്ട്രാറ്റജിക് ബോംബറുകൾ പോലുള്ള പുതിയ അമേരിക്കൻ വിമാനങ്ങൾ ഇവിടെ പതിവായി വരാറുണ്ട്. ഉത്തര കൊറിയ, തായ്വാൻ, ദക്ഷിണ ചൈന കടൽ എന്നിവിടങ്ങളിലെ പ്രശ്നങ്ങളെ നിരീക്ഷിക്കുന്നതിനും ഈ താവളത്തിന് പ്രധാന പങ്കുണ്ട്. ഈ രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രധാന കേന്ദ്രത്തിൽ നടന്ന സ്ഫോടനം വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങളുടെ ഒരു ചെറിയ സൂചനയാണെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. റഷ്യ, ഇറാൻ, ചൈന, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ഒരു സൈനിക സഖ്യമായി മാറിയാൽ അത് അമേരിക്കയ്ക്കും നാറ്റോ രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയാകുമെന്നും യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഇതിനിടെ റഷ്യൻ സൈന്യം 26 അമേരിക്കൻ അംബ്രസ് ടാങ്കുകൾ നശിപ്പിച്ചതായുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ ടാങ്കുകൾ നശിച്ചത് നാറ്റോ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ്. ഇതോടെ അമേരിക്ക യുക്രൈന് നൽകിയ 31 ടാങ്കുകളിൽ ഇപ്പോൾ 5 എണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 2023 ജനുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് അമേരിക്കയുടെ അഭിമാനമായ 31 M1 അബ്രാസ് ടാങ്കുകൾ യുക്രൈന് നൽകാൻ തീരുമാനിച്ചത്.